Let me finish this coffee. ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ വീഡിയോ ഒഴിവാക്കി പോയിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ കണ്ടിരിക്കാനുള്ള അറ്റൻഷൻ സ്പാൻ ഉണ്ടാവില്ല. ഫസ്റ്റ് തന്നെ അവർക്ക് ഹുക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഫസ്റ്റ് ഒരു കാര്യം, കോഫി കുടിച്ച് കഴിയുമ്പോഴേ എപ്പോഴും എന്ത് ചെയ്യുക, വായ ഒന്ന് നോർമൽ വെള്ളം കൊണ്ട് ഒന്ന് കുലുക്കുഞ്ഞ് തുപ്പുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ പല്ലുമ കറാവും. അപ്പോൾ ഈ വീഡിയോ എന്താ വെച്ചാൽ എന്നെ എക്സാംസൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു സംഭവം അല്ലെങ്കിൽ ഒരു ഹാക്ക്, നമ്മുടെ ഫോക്കസും അതുപോലെ നമ്മളെ മൂഡൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അടിപൊളി സാധനമാണ് കഫേ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണ്, അതുപോലെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഫോക്കസും മൂഡൊക്കെ അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ കഫേന് ഞാൻ അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങിയ വെച്ചാൽ ഞാൻ CA ഇൻ്റർന് പഠിക്കുമ്പോൾ എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഹൗ ഐ ക്രാക്ക്ഡ് CA എക്സാംസ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഫൗണ്ടേഷൻ ഇൻ്ററും ക്രാക്ക് ചെയ്ത് ഒരു വീഡിയോ ഇട്ടനല്ലോ. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഉപയോഗിച്ച സംഭവമാണ് കോഫി എന്ന് പറയുന്നത്. കോഫി എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലൻ്റ് ആണ്, അതൊരു എക്സ്റ്റേണൽ സപ്ലിമെൻ്റ് പോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മെയിനായിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അഡോണിസിൻ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ഒരു അഡോണിസിൻ റിസപ്റ്റേഴ്സിൽ വന്നിട്ട് അഡോണിസിൻ അതിലേക്ക് വന്നാണ്ട് ബൈൻഡ് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യുന്ന സംഭവമാണ് കഫേ എന്ന് പറയുന്നത്. സിമ്പിൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ അഡോണിസിൻ എന്ന് പറയുന്നത് അഡോണിസിൻ റിസപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നത്, ആ ഒരു ഉറക്കത്തിന് ആ ഒരു ഫീലിങ്ങിന് എന്ത് ചെയ്യാണ്, അവിടെ കുറച്ച് നേരത്തേക്ക് ഒരു ടെമ്പററി ആയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് കഫേന്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നീട് ആ കഫേന് പോകുമ്പോൾ എന്ത് ചെയ്യും, അഡോണിസിൻ റിസപ്റ്റേഴ്സിലേക്ക് ബൈൻഡ് ആവുന്നു, നമുക്ക് ഉറക്കം വരുന്നു. അത് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഇത് സയൻസൊക്കെ ഒഴിവാക്കാം. ജസ്റ്റ് നല്ല ഹെവി കോഫി കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നല്ല എഫക്റ്റ് ചെയ്യണം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആകുമ്പോൾ പെട്ടെന്നൊരു ഉറക്കം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹാക്കുകളും ഞാനൊന്ന് ട്രൈ ചെയ്തിരുന്നു. ഞാൻ അതിൽ പറയുന്നുണ്ട് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്, അതുപോലെ കഫേന്, അതുപോലെ സ്ലീപ്പ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ മെഡിറ്റേഷൻ, അതുപോലെ വർക്കൗട്ട്. അതായത് ഫുള്ള് പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ബയോ ഹാക്കിങ്ങിൻ്റെ ഫോക്കസും മാർക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബയോ ഹാക്കിങ് ഒരുപാട് ഞാൻ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കഫേന് വെച്ചാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. എങ്ങനെ വെച്ചാൽ അപ്പോൾ ഞാൻ യൂട്യൂബിൽ അന്ന് ന്യൂറോ സയൻസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയൊരു സംഭവമാണ് ഈ കോഫി അല്ലെങ്കിൽ കഫെയിൻ എന്ന് പറയുന്ന സംഭവം, ആൻഡ്രി ഹ്യൂബർമാൻ്റെ വീഡിയോസ് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു, അത് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഉപകാരമുള്ളതായി തോന്നി, അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ വാങ്ങിയത് എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഒരു കോഫി ടൈപ്പിലല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാ കോഫീസൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ സാധാ പീടിയിൽ പോയി കണ്ട് കുടിക്കുന്ന ബ്രൂ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അതൊക്കെ മെയിനായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി കുടിക്കുക എന്ന് പറയാം. അതല്ലാതെ ഒരു ആക്ച്വൽ ഒരു കഫൈൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അമേരിക്കാനോ അല്ലെങ്കിൽ ക്യാപ്പച്ചീനോ അത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നോർമൽ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടും കോഫീൻ്റെ എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് നമുക്കൊരു സ്റ്റിമുലേഷനോ ഫോക്കസോ ഡോപ്പമീനോ കിട്ടുന്നില്ല. പക്ഷെ അതേസമയം ഒരു ഡബിൾ എക്സ്പ്രസ്സോ ഷോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം വേറെ അറിയുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത് കോഫിയല്ല, ഈ ഒരു സംഭവമാണ്. ഇതിന് ഒരുപാട് വാർണിങ്സ് ഉണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ന്യൂട്രിജ എന്ന് പറഞ്ഞതിൻ്റെ കമ്പനീൻ്റെ കഫൈൻ സപ്ലിമെൻ്റ് ആണിത്, ക്യാപ്സ്യൂൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു പ്രോസസ്ഡ് സംഭവമാണല്ലോ. അതായത് കഫൈന് നോർമലായിട്ട് ഇതിലാണ് നാച്ചുറലി കണ്ടുവരുന്നത്, കോഫി, ടീ അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഒരു എന്താ പറയുക, നമുക്കൊരു പ്രോസസ്ഡ് എന്നുള്ള രീതിയിൽ കൂടി. കാരണം അതിന് കഫൈൻ എന്ന് പറഞ്ഞ എലമെൻറ്റ് മാത്രം വേർതിരിച്ചെടുത്താണ്. ഏതൊരു ഫുഡ് സപ്ലിമെൻറ്റും ഒറ്റൊരു സംഭവം മാത്രം അതിന് വേർതിരിച്ചെടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ കോഫിയിൽ മറ്റ് ആൻറ്റി ഓക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെയാണ് കഫൈൻ വരുന്നത്. പക്ഷേ ഈ സപ്ലിമെൻറ്റിൽ അങ്ങനെയല്ല, കഫൈൻ മാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യണില്ല. ഇത് ഞാൻ കുറച്ച് കാലം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇത് എക്സ്ട്രീംലി പവർഫുള്ളാണ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്.
200 ക്യാപ്സ്യൂൾസ് ആണ് അതിൽ വരുന്നത്. അതിലൊന്ന് ഫസ്റ്റ് ദിവസം ഞാൻ എടുത്തപ്പോൾ തന്നെ ഒന്ന് ഫുള്ള് എടുത്തു അറിയാതെ. നോർമലി കഫൈൻ ഒന്നും എടുക്കാത്ത സിറ്റുവേഷനിൽ ഒന്ന് ഫുള്ള് എടുത്തപ്പോൾ എന്താ വെച്ചാൽ രാവിലെ എടുത്തു, എന്നിട്ട് അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നിട്ടില്ല. അത്രയും പവറാണ് അതിന്. കാരണം നോർമലി ഒരു കഫൈൻ എടുക്കാത്ത ഒരാൾ നേരെ പോയിട്ട് 200 mg ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉറക്കേ വരില്ല. ചിലപ്പോൾ ഷെയ്ക്കിങ് ഉണ്ടാവും, അതായത് നമ്മളെ ജിറ്ററിങ്, ആങ്സൈറ്റി കൂടും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, നമ്മളെ സാധാ നെസ്കഫേൻ്റെ ഒക്കെ നോർമൽ കോഫി ഉണ്ടല്ലോ, സൺറൈസ് അങ്ങനത്തെ കോഫിക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ഇട്ടിട്ട് എന്ത് ചെയ്യും, മിക്സ് ചെയ്ത് കുടിക്കും. കാരണം നമ്മളെ നോർമൽ കോഫി നമുക്കറിയാം അതിൽ തീരെ കഫൈൻ ഉണ്ടാവില്ല, ഒരു 20 to 40 mg ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ അതിനെ വരുന്നത് എങ്ങനെയാണ്, ഒരു 60% കോഫി ബാക്കി 40% ചിക്കോറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് കയറി വരുന്നുണ്ടാവുക. ചിക്കോറി ആയിട്ട് മിക്സ് ചെയ്ത് കണ്ട് വരുന്നുണ്ടാവുക, പ്യുവർ കോഫി പൗഡർ ആവില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്തതിനൊരു സംഭവമാണ് ഇത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടെഡി റൂസ്വെൽറ്റിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി. ഇത് ഹൈ കഫൈനാണ്, 200 mg എത്ര ഉണ്ട് ഒരു സാഷറ്റിൽ. ഇതിങ്ങനെ ഓരോരോ സാഷറ്റ് ആയിക്കാണ്ട് കയറി വരുന്നുണ്ടാവുക. റേറ്റ് ഉണ്ട്, എത്ര 300 റുപ്യ എത്ര ഉണ്ട്, ആകെ 20 ഉണ്ടാവുള്ളൂ. മറ്റേത് ഞാൻ എന്താ റെക്കമെൻഡ് ചെയ്യാത്ത പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സപ്ലിമെൻറ്റ് ടൈപ്പാണ്. അത് കുറച്ചൊരു റിസ്ക്കിയാണ്, അത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല. കാരണം എനിക്ക് അത്രയും നെഗറ്റീവ് എഫക്ട്സ് വന്നിട്ടുണ്ട്. ശരിയാണ്, ഫോക്കസും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷെ അത് നാച്ചുറൽ ഫോമിലല്ലല്ലോ വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യണില്ല. കാരണം അതിന് എന്തെങ്കിലും പണി കിട്ടിയാൽ സംഭവം പ്രിസ്ക്രൈബ്ഡ് ഒന്നും അല്ലാന്നുണ്ടെങ്കിലും ഏകദേശം ഒരു ഡ്രഗ്സ് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണത്. അപ്പം അതിനെക്കാട്ടും നല്ലത് എന്ത് ചെയ്യുക, ഇത് എടുക്കണ ഉണ്ട്, അതിനെക്കാട്ടും നല്ലത് കോഫിയിലൂടെയൊക്കെ എടുക്കണമാണ്. അപ്പോൾ ഒരു നാച്ചുറൽ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയത്, ടെഡി റൂസ്വെൽറ്റിൻ്റെ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവില്ല. എനിക്ക് ഇത് കുടിച്ചിട്ട് വയറിന് വലിയൊരു സുഖമില്ലായിരുന്നു, ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇത് കുടിക്കൽ നിർത്തി. എൻ്റെ അനിയനൊക്കെ കുടിച്ചു, വേറെ പോലെ കുടിച്ചതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തോ നമുക്ക് ഓരോരോ ശരീരത്തിന് ഓരോ പോലെയാണല്ലോ. ഇതിൻ്റെ പ്രശ്നം തന്നെയാണോ എന്നറിയില്ല, അന്ന് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നറിയില്ല. ഇത് കുടിച്ച ആ ടൈമിൽ എനിക്ക് ചെറിയ തലവേദനയും വയറിന് സുഖമില്ലാത്തൊരു പ്രശ്നമൊക്കെ തോന്നി. അപ്പോൾ പിന്നെ ഞാനത് നിർത്തി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലത്തെ സംഭവങ്ങളുണ്ട്, വേറെ ഒരു കൊളംബിയ എന്ന് പറഞ്ഞാണ്ടും ഹൈ കഫൈൻ കോഫി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് അന്ന് ഞാൻ എങ്ങനെ വെച്ചാൽ, അന്ന് പഠിക്കുമ്പോൾ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് വെച്ചാൽ, സാധാ കോഫി എടുക്കും, എന്നിട്ട് അതിക്ക് നമ്മൾ ആ സപ്ലിമെൻറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ന്യൂട്രിജൻ്റെ സപ്ലിമെൻറ്റിന് ഇത്തിരി ഇടും. അതാകെ ശരിക്കും എന്താണ്, ആകെ 2 മാസത്തെ ആ സ്റ്റഡി ലീവിൻ്റെ ടൈമിലാണ് ഞാൻ ശരിക്കും ഉപയോഗിച്ചത്. അത് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെയാണ് കഫൈൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ പൊലം പവർ കയറാം, നല്ല രീതിയിൽ ഡോപ്പമീൻ കിട്ടും. അതായത് നമ്മൾ ഫാസ്റ്റഡ് സ്റ്റേറ്റിൽ കഫൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, അതൊന്നും കൂടി നമ്മളെ വയറ്റിൽ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എഫക്റ്റ് കിട്ടില്ല. ഫാസ്റ്റഡ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ, ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഭയങ്കര എഫക്റ്റ് ആയിക്കാരം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വല്ല അങ്ങനത്തെ ഹൈ കഫൈൻ സാധനമല്ല, എന്നാൽ പറ്റ ലോക്കലും അല്ല, നെസ്കഫേൻ്റെ ബ്ലാക്ക് റോസ്റ്റ്. അതാണിപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ കുടിച്ചത്. ഇതിൻ്റെ പ്രത്യേകത ഒന്നുമില്ല, ഇതിൽ ചിക്കോറി ഒന്നുമില്ല, പ്യുവർ കോഫിയാണ്. നമുക്ക് നോർമൽ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് കോഫീസ് ഉണ്ടല്ലോ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കിട്ടുന്നത്, അതിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കഫൈന് കൂടുതലായിരിക്കും. കാരണം ഇത് റോബസ്റ്റ ബീൻസ് എന്ന് പറഞ്ഞാൽ ഓലെ ഏറ്റവും കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള കോഫിയാണെന്നാണ് ഓല് പറയുന്നത്. അങ്ങനെ എക്സ്ട്രീം പവറൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും എന്തല്ല, മറ്റേ ബ്രൂ കോഫിൻ്റെ പോലെ അത്ര ലോക്കലല്ല, സാധാ ബ്രൂ കോഫി ഉണ്ടല്ലോ അതേക്കെ പോലെ ചിക്കോറിയായിട്ട് മിക്സ് ചെയ്താണ്ടല്ല വരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ എഫക്റ്റ് ഉണ്ട്, എന്നാൽ ഹെവി എഫക്റ്റ് ഇല്ല. കഫൈൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എണീറ്റേക്കിനും ബെഡിൽ നിന്ന് നമ്മൾ വേക്കപ്പ് ചെയ്തിട്ട് ഒരു 90 മിനിറ്റ്സ് എങ്കിലും ഡിലേ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. മിനിമം 90 to 120 മിനിറ്റ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എണീറ്റേക്കിനും കഫൈൻ എടുത്തു കഴിഞ്ഞാൽ, നേരെ വേക്കപ്പ് ചെയ്തിട്ട് കോഫി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ഉച്ചക്കാവുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു ക്രാഷ്. ആ കഫൈന് പെട്ടെന്ന് പോയിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ ഒന്നായിട്ട് സ്ലീപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പകരം ഒരു 90 to 120 മിനിറ്റ്സ് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ആൻഡ്രൂ ഹ്യൂബർമാൻ്റെ വീഡിയോ ഒന്ന് കിട്ടിയ കേട്ടോ, ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ആ കഫൈൻ്റെ എഫക്റ്റ് നമുക്ക് ആ ഉറക്കം വരുന്നത് വരെ ഡിലേ ചെയ്യാൻ പറ്റും. അതായത് രാത്രി വരെയൊക്കെ ഡിലേ ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, കഫൈൻ യൂസ് ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം യൂസ് ചെയ്യാതിരിക്കുക. കഫൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 8 to 12 മണിക്കൂർ വരെ അതിന് ക്വാർട്ടർ ലൈഫ് ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ കഫൈൻ എടുത്തു, ഒരു രാവിലെ 9 മണിക്ക് കുടിച്ചു എന്ന് വിചാരിച്ചോ, കോഫി കുടിച്ചു, നല്ല പവറുള്ളൊരു എന്താ പറയുക
നല്ല പവറുള്ള ഒരു 100 mg ഒക്കെ ഉള്ളൊരു ഹൈ കഫൈൻ കോഫി കുടിച്ചു വിചാരിച്ചു. എന്നിട്ട് രാത്രി 9 മണിയാകുമ്പോഴും അതിനെന്തുണ്ട്, ക്വാർട്ടർ ലൈഫ് ഉണ്ട്. അതായത് 100ൻ്റെ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 25 mg ഇപ്പോഴും നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ അത് നമ്മളെ ഉറക്കത്തിനെ ബാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു 12 മണിക്കൂറിൻ്റെയൊക്കെ മുമ്പ് കുടിക്കാൻ നോക്കുക. അപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒരു 120 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേനും കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങുമ്പോഴത്തേനും എന്ത് ചെയ്യുക, 12 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഏർലിയർ പാർട്ട് ഓഫ് ദി ഡേ ആ ടൈമിൽ എടുക്കാൻ നോക്കുക. ഉച്ചയ്ക്ക് ശേഷം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ സ്ലീപ്പിന് എഫക്റ്റ് ആവും. ഒരിക്കലും സ്ലീപ്പ് ഡിപ്രവേഷൻ അല്ലെങ്കിൽ പുവർ സ്ലീപ്പ്, നമുക്ക് ഒരു ദിവസം ഒരു 5-4 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടിയിട്ടുള്ളൂ, 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉറക്കം കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഗ്രോഗിനെസ് ഉണ്ടാവില്ല രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഫൈൻ ഉപയോഗിക്കരുത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല സ്ലീപ്പ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്റ്റിനെയാണ് നിങ്ങൾ ഈ ഡബിൾ ചെയ്യുന്നത്, പോസിറ്റീവ് എഫക്റ്റിനല്ല. കഫൈൻ ഒരേ സമയം ഒരു ഏഞ്ചലുമാണ്, അതേസമയം ഒരു ഡെവിലുമാണ്. നെഗറ്റീവ് എഫക്റ്റിന് നല്ല രീതിയിൽ വലുതാക്കി തരും, പോസിറ്റീവ് എഫക്റ്റിന് നല്ല രീതിയിൽ വലുതാക്കി തരും. അപ്പോൾ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സംഭവമാണ്. ഇതിൻ്റെ ഒരു നോർമൽ ഡോസേജ് എന്ന് പറയുന്നത് 1 to 3 mg per kilogram അങ്ങനെ നോക്കാം. അപ്പോൾ ഒരു 70 കിലോഗ്രാം ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 70 തൊട്ട് 70 × 3 210 mg വരെയൊക്കെ പോവാം. അതിലും കൂടുതൽ താങ്ങാൻ വയ്ക്കണവരുണ്ട്, തീരെ താങ്ങാൻ വയ്ക്കാത്തവരുണ്ട്. ഒരു 100 mg അടിക്കൊക്കെ എടുക്കാൻ പറ്റുന്നവരുണ്ടാവും. അതായത് പെട്ടെന്ന് ഷിവറിങ്ങും ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജിറ്ററിങ്ങൊക്കെ, ആങ്സൈറ്റി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ചെറിയ MGയിൽ നിന്ന് തുടങ്ങി നോക്കുക, ഒരു 50 mg 60 mg എന്നൊക്കെ തുടങ്ങി നോക്കുക. എന്നിട്ട് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. എന്നിട്ട് ഏതാണോ ഒരു സ്വീറ്റ് സ്പോട്ട് കിട്ടുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പഠിക്കുന്ന കാര്യത്തിൽ കഫൈന് 2 രീതി ബെനിഫിറ്റ് ഉണ്ട്. പഠിക്കുന്നതിൻ്റെയൊക്കെ അരമണിക്കൂറൊക്കെ മുമ്പ്, ഒരു 15 മിനിറ്റൊക്കെ മുമ്പ് കുടിച്ചു കഴിഞ്ഞാൽ, കോഫി കുടിച്ചു കഴിഞ്ഞാൽ, നല്ല പവറുള്ള കഫൈനുള്ള കോഫി കുടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫോക്കസോടുകൂടി പഠിക്കാൻ പറ്റും. ആ കോട്ടുവായ ഇടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് പുതിയൊരു സ്റ്റഡി വന്നതാണ്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഹൈ ഡോപ്പമിൻ കിട്ടുന്ന ആക്ടിവിറ്റീസ് ലൈക്ക് ഈ കഫൈന്, അതുപോലെ നമ്മുടെ ഐസ് ബാത്തൊക്കെ ഉണ്ടല്ലോ, ഐസ് ബാത്ത്, അങ്ങനത്തെ സംഭവങ്ങൾ, അതുപോലെ ഭയങ്കര ഹെവി ഫോങ്ക് മ്യൂസിക്കുകളുണ്ടല്ലോ, നമുക്ക് ഹെവി ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴും ആ ഒരു ലേണിങ്ങിനെ, ആ മെമ്മറിനെ കുറച്ചുകൂടി റീറ്റെയിൻ ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയൊരു സ്റ്റഡി വന്നാണ്. ഫോക്കസ്, അലേർട്ട്നെസ്, റിയാക്ഷൻ ടൈം ഇതൊക്കെ കൂട്ടുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാസ്റ്റഡ് സ്റ്റേറ്റിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അപ്പോൾ കുടിച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ വരുന്നുണ്ട്, നമ്മൾ റിയാക്ഷൻ ടൈമൊക്കെ കൂട്ടും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അന്ന് ഞാൻ എടുത്തിരുന്ന ടൈമിൽ എനിക്ക് ഒരു ദിവസം ഫുള്ള് വിഷയങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അന്ന് വിചാരിച്ച ടോപ്പിക്സ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇങ്ങനെ വരുമല്ലോ. കഫൈൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പോസിറ്റീവ് എഫക്റ്റും അത് ഡബിൾ ചെയ്ത് തരും, നെഗറ്റീവ് എഫക്റ്റും അത് ഡബിൾ ചെയ്ത് തരും. അപ്പോൾ ആ ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ അതിനെന്ത് ചെയ്തു, ഭയങ്കര കൂട്ടിക്കൊണ്ടുവന്നു. അതായത് ഹേർട്ട് ബീറ്റിൻ്റെ ഒക്കെ സ്പീഡ് കൂടുക. കഫൈൻ്റെ ഡോസേജ് കൂടിയാൽ അങ്ങനെ സംഭവിക്കലുണ്ട്. ഹേർട്ട് ബീറ്റിൻ്റെ സ്പീഡ് കൂടും, ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്ന മാതിരി, ഭയങ്കര എന്താ പറയുക, നമ്മളൊരു സർവൈവൽ സിറ്റുവേഷനിൽ നമ്മൾ പെടുമല്ലോ. അതായത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിസ്റ്റം ഓൺ ആവുക എന്ന് പറയുമല്ലോ. എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാവുന്ന ടൈമിൽ നമ്മളെ ഹേർട്ട് ബീറ്റ് കൂടും, അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു വേറൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അത് കഫൈൻ്റെ എഫക്റ്റ് കൂടിക്കഴിഞ്ഞാലും അത് ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചത് വെച്ചാൽ ആങ്സൈറ്റി കൂടാൻ തുടങ്ങി, ഹേർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി, ഒരുമാതിരി ടെൻഷൻ വരാൻ തുടങ്ങി, പിന്നെ പഠിക്കാൻ വയ്ക്കണില്ല, ഫോക്കസ് ചെയ്യാൻ വയ്ക്കണില്ല. അപ്പം എന്ത് ചെയ്തു, എല്ലാം ക്ലോസ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി, എന്താണ് പാടത്തുകൂടിയും പുറത്തുകൂടിയൊക്കെ നടന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് അത് കുറഞ്ഞിട്ടത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നെഗറ്റീവ് എഫക്ട്സ് ഇത് നല്ല കൂട്ടിത്തരും, പോസിറ്റീവ് എഫക്റ്റ് നല്ല രീതിയിൽ കൂട്ടിത്തരും. വേറെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഈ വൈകുന്നേരമൊക്കെ വർക്കൗട്ട് ചെയ്യണോല് ഈ വർക്കൗട്ട് ആയിക്കാണ്ട് ഇത് എടുക്കും. ശരിയാണ്, വർക്കൗട്ടും അതിലുള്ള ഫോക്കസും കാര്യങ്ങളൊക്കെ ഇത് ബൂസ്റ്റ് ചെയ്ത് തരും, മൂഡൊക്കെ ബൂസ്റ്റ് ചെയ്ത് തരും. പക്ഷേ അത് നമ്മൾ മെയിൻലി ഈവനിങ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് ശേഷമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഉറക്കം മര്യാദ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പ് മേ ബി ഉറങ്ങാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ അതിൽ ഡീപ്പ് സ്ലീപ്പിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കണ്ട് ബോഡിക്ക് ഡാമേജ് വരുത്തിയിട്ട് അത് റിപ്പയർ ആവാനൊരു ഇത് കൊടുക്കണില്ലല്ലോ. അപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പിനെ എരപ്പാക്കാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യുക ഇതെടുക്കാൻ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഫൈൻ ടോളറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതായത്
പിന്നീട് ആ ഒരു ഡോസിൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു 100 mg കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് 100 mg എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് തോന്നും, ഒരു എഫക്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരാഴ്ചയൊക്കെ എന്ത് ചെയ്യുക, കോൾഡ് ടർക്കി ചെയ്യുക. അതായത് ഒരു കോഫിയോ ടീയോ ഒന്നുമില്ലാതെ ഒരാഴ്ചയൊക്കെ നിൽക്കുക. അപ്പോൾ പിന്നെയും ആ എഫക്റ്റ് തിരിച്ചു വരും. പിന്നെ കോഫി കുടിക്കുമ്പോൾ ആ ഒരു കഫൈൻ്റെ എഫക്റ്റ് പിന്നെയും കിട്ടും. വേറൊരു സംഭവമുണ്ട്, ഡോപ്പമിൻ സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാണ്ട്. അതായത് കഫൈൻ്റെ കൂടെ മറ്റ് സംഭവങ്ങളൊപ്പം എടുക്കുക. ഇത് ഒരുപാട് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, ക്രാഷ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ശേഷം ഒരു ഡിപ്രഷൻ പോലത്തെ സ്റ്റേറ്റ് ആവും. അതിന് പറ്റിയൊരു സംഭവമാണ്, അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞുതരാം. ഒന്ന്, ഞങ്ങൾ ഐസ് ബാത്ത് ചെയ്യാൻ പോയിരുന്നു കോഴിക്കോട്. അപ്പോൾ ഐസ് ബാത്ത് ചെയ്യുന്നതിന് മുമ്പ് മൂപ്പര് പറഞ്ഞു ഒരു 90 മിനിറ്റ് മുമ്പ്, 1.5 മണിക്കൂർ മുമ്പ് കോഫി കുടിക്കാൻ. അതെന്താ സംഭവിച്ചാൽ കോഫി കുടിച്ച് അതിൻ്റെ എഫക്റ്റ് വരുമ്പോഴും പ്ലസ് നമ്മൾ ഐസ് ബാത്ത് ചെയ്യുമ്പോഴും നമുക്ക് ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിക്ക്, രണ്ടിൻ്റെ കൂടി കിക്ക് വരുമ്പോൾ എന്താ പറയുക, ഡോപ്പമിൻ സ്റ്റാക്കിങ്, രണ്ടിനും കൂടി ഡോപ്പമിൻ നമുക്ക് കിട്ടും. ഭയങ്കര ഹാപ്പിനെസ്സും നമ്മളെ മൂഡൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊപ്പം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഒരേ സമയം മ്യൂസിക്, സോഷ്യൽ മീഡിയ, കഫെയിന്, അതുപോലത്തെ കോൾഡ് ബാത്ത്, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊപ്പം ചെയ്ത് കഴിഞ്ഞാൽ, ഡോപ്പമിൻ കിട്ടുന്ന ആക്ടിവിറ്റീസൊക്കെ ഒപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പമിൻ ഓവർലോഡ് ഉണ്ടാവും. കുറച്ച് നേരത്തേക്ക് നമ്മൾ ഭയങ്കര ഹൈറ്റൻഡ് സ്റ്റേറ്റിലേക്ക് എത്തും. പക്ഷെ പിന്നെ ക്രാഷ് ഉണ്ടാവും. അപ്പോൾ അതും സൂക്ഷിക്കണം. അപ്പോൾ ഈ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കഫൈൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഇതും കൂടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സീനാണ്. ഇതിൻ്റെ എഫക്റ്റ് വേറെ മനസ്സിലാവും. ഫുഡ് കഴിച്ചാണ്ട് അതിൻ്റെ ഒപ്പം കോഫി കുടിക്കുമ്പോൾ ഈ അതിൻ്റെ നമുക്ക് ആ ഗ്രോഗിനെസ്സിൻ്റെ ഒപ്പം മനസ്സിലാവില്ല. പക്ഷേ അതേസമയം നിങ്ങളൊരു 9 മണിക്കൊക്കെയാണ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കുറച്ച് മുമ്പായിട്ട് ഒരു 6 മണിക്ക് 7 മണിക്കൊക്കെ എണീറ്റ് ഒരു 90 മിനിറ്റ് അല്ലെങ്കിൽ 120 മിനിറ്റ്സ് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുടിച്ചു നോക്കുക. അപ്പോൾ ആ എഫക്റ്റ് വേറെ അറിയാൻ പറ്റും. പിന്നെ കഫൈൻ കുടിച്ചാൽ ഡീഹൈഡ്രേഷൻ വരുന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണ്, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ വരുള്ളൂ, നമ്മൾ തീരെ വെള്ളം കുടിക്കാന്നാലേ വരുള്ളൂ. നമ്മൾ നോർമലി എങ്ങനെ ഒരു ദിവസം ഒരു 3 ലിറ്ററൊക്കെ വെള്ളം കുടിക്കൂലേ, ആവറേജ് കുടിക്കണമല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ പോവുക. അല്ലാതെ കഫൈന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ 4-5 ലിറ്റർ കുടിക്കണം എന്ന് അങ്ങനെയല്ല. നമ്മളെങ്ങനെ ആയാലും എന്ത് ചെയ്യുക, ഒരു 3 ലിറ്ററൊക്കെ വെള്ളം കുടിക്കുക. അപ്പോൾ പിന്നെ ആ ഡീഹൈഡ്രേഷൻ അത്ര വരില്ല. ഒരു കപ്പ് കോഫി അതിനിപ്പോൾ അത്രത്തോളം ഡീഹൈഡ്രേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്, അതുപോലെ ഞാൻ പറഞ്ഞ പോലത്തെ നെഗറ്റീവ്സും ഉണ്ട്. സ്ലീപ്പും കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. മൂഡൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഫുൾ ഹാപ്പി സ്റ്റേറ്റിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മൾ ആ നേരത്തെ നമ്മളൊരു എന്താ പറയുക, ഒരുപാട് ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് വേഴ്സനാക്കും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്താൽ തന്നെ അറിയുള്ളൂ. ഞാൻ എന്ത് ചെയ്യുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ടൂള് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. ഇനി ഇത് വാങ്ങലും അതുപോലെ ഇത് ഉപയോഗിക്കലും കാര്യങ്ങളൊക്കെ നിങ്ങളിഷ്ടം. ഞാൻ ആരും ഇത് ഉപയോഗിക്കണം എന്ന് പറയില്ല, ഉപയോഗിക്കേണ്ടെന്ന് പറയില്ല, അതൊക്കെ നിങ്ങളിഷ്ടം. ബട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇങ്ങനൊരു സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു നോർമൽ ആൾ ഒരു വർക്ക് ചെയ്യുന്നു, നമ്മൾ ഈ കഫൈൻ എടുത്തിട്ട് വർക്ക് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഓലങ്കാട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ. ഈ സംഭവമാണ് ബേസിക്കലി അന്ന് ഞാൻ യൂസ് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് ഹാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റിയത്, എനിക്ക് ഒരു വീക്ക് സ്റ്റുഡൻ്റായി എനിക്ക് കുറച്ചുകൂടി മുമ്പ് എത്താൻ പറ്റിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. ആൻഡ്രൂ ഹ്യൂബർമാൻ്റെയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ പോഡ്കാസ്റ്റുകൾ തന്നെ ഉണ്ടാവും, 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറുള്ള. ഞാനിപ്പോൾ ഇതിലൊരു സമ്മറി ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകളും പേഴ്സണൽ എക്സ്പീരിയൻസുകളും. ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.